എന്തുകൊണ്ടാണ് PhD-ക്ക് പോവാതിരുന്നത്? പക്ഷേ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ക്ലാരിറ്റി കിട്ടി. ഇപ്പം PhD ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ക്ലാരിറ്റി കിട്ടി. പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഐസർ എന്നാൽ PhD ചെയ്യൽ മാത്രമാണ്, അതിലേക്ക് മാത്രമാണ് ഐസർ ലീഡ് ചെയ്യുന്നത്. ഐസറിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ വാല്യൂ ആണ്. അറിഞ്ഞാലല്ലേ അവർക്ക് ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഐസറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം IIMA പഠിക്കുന്നു. ഒക്കെ ഇഷ്ടമില്ലായിരുന്നു എനിക്ക് അത്രത്തോളം താല്പര്യം തോന്നുമെങ്കിൽ ഇനി മറ്റുള്ളവർ ഇതേ അവസ്ഥയിൽ കാണാമല്ലോ. NIT കാലിക്കട്ട് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കുകയും ചെയ്തതാണ്. പിന്നെ ഐസർ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് ചേരുന്നത് എൻ്റെ കൂടെ ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ബേബി ജോൺ മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ആരോമലാണ്. സോ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം ആരോമലിനെ നമ്മുടെ ഷോയിലേക്ക്. ആരോമൽ, വെൽക്കം ടു ദ ഷോ. ഹലോ. അപ്പം ഞാൻ ജസ്റ്റ് ആരോമലിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരോമൽ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഐസറിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ അസിസ്റ്റന്റ് പ്രൊഫസർ ആവുന്നത് വരെയുള്ള ഒരു ജേണി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ തിരുവനന്തപുരം ഐസറിൽ നിന്നായിരുന്നു ഞാൻ BSMS ഡ്യുവൽ ഡിഗ്രി ചെയ്തത്. 2016 അഡ്മിഷൻ ആയിരുന്നു. 5 വർഷത്തെ പ്രോഗ്രാമാണല്ലോ. 2021 പാസ് ഔട്ടായി. എന്നിട്ട് 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 2023 ഓഗസ്റ്റിലാണ് ഞാൻ ചവറ കോളേജിലാണ് ആദ്യമായിട്ട് കയറുന്നത് തന്നെ. ഇപ്പോൾ അങ്ങനെ ഏകദേശം 1 വർഷം പൂർത്തീകരിക്കുന്ന സർവീസിൽ. അങ്ങനെ ഇപ്പോൾ ടീച്ചിങ് കാര്യങ്ങളുമായിട്ടൊക്കെ പോകുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു ജേണി? അതായത് ഐസർ എന്ന് പറയുന്നത് മോർ ഓഫ് എ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനാണ്. അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു അക്കാഡമി അല്ലെങ്കിൽ ഒരു കോളേജിലെ ടീച്ചിങ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? എപ്പോഴാണ് ആരോമൽ അതിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു തുടങ്ങുന്നത്? കറക്റ്റ് ഒരു പോയിന്റ് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് പറയാൻ കഴിയും, ആദ്യമായിട്ട് ഒരു ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് മാത്സ് പഠിപ്പിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു. അത് പക്ഷേ ഐസറിന് മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് സ്കൂളിന്റെ ഒക്കെ ടൈമിൽ തന്നെ സ്കൂളിൽ ഇഷ്ടമല്ലാത്ത ടൈം ഉണ്ടായിരുന്നു. മാത്സേ ഇഷ്ടമല്ലാത്ത ടൈം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മാത്സിനോട് നല്ല ഇഷ്ടം തോന്നിയത് നമ്മള് ബ്രില്യൻറ്റ് പഠിച്ച ടൈം ഉണ്ടല്ലോ, നിനക്കും അറിയാമല്ലോ, റിപ്പീറ്റ് ചെയ്യുന്ന സമയം. ഓക്കെ, അന്നേരം അവിടുത്തെ മാത്സ് ടീച്ചർമാർ നല്ല വലിയൊരു പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് മാത്സിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു മോട്ടിവേഷൻ തരുന്നതിന് വേണ്ടി. പ്രത്യേകിച്ചും ഇഷ്ടമില്ലായിരുന്നു എനിക്ക് അത്രത്തോളം താല്പര്യം തോന്നുമെങ്കിൽ ഇനി മറ്റുള്ളവർ ഇതേ അവസ്ഥയിൽ കാണാമല്ലോ. അപ്പോൾ ഇതിനെ കൂടുതൽ ആക്സസിബിൾ ആക്കാനും മാത്സ് എൻജോയബിൾ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കാനും വേണ്ടിയുള്ളൊരു എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് തോന്നി. അതിനുശേഷം ഐസറിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ റിപ്പീറ്റ് കാലയളവിന് ശേഷം ഐസറിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. എന്താണ് ഐസർ തന്നെ ചൂസ് ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നത്? മാത്സിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഐസർ ഒരു ചോയ്സ് ആയി വരാനുണ്ടായിരുന്ന കാരണം? ശരിക്കും ഉള്ളിലൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ചെയ്യുന്ന പോലെ അന്ന് പറ്റിപ്പോയതെന്ന് വെച്ചാൽ, പറ്റിപ്പോയതല്ല, ജെയ്ക്ക് പ്രിപ്പയർ ചെയ്തു. മെയിനായിട്ട് അത് തന്നെയാണ് നോക്കിയത്. സത്യം പറഞ്ഞാൽ ശരിക്കും NIT കാലിക്കട്ട് അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ എടുക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് ഐസറിൻ്റെ അഡ്മിഷൻ കിട്ടുന്നതും. പക്ഷെ അന്ന് ഒരു ബ്രാഞ്ച് തന്നെ ഏതെടുക്കണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എഞ്ചിനീയറിംഗ് എന്ന് വിചാരിച്ചു, എന്താണെന്നൊന്നും വലിയ ധാരണ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ തോന്നി മാത്സിനോട് എന്തായാലും താല്പര്യമുണ്ട്, പിന്നെ എന്തുകൊണ്ട് വയ്ക്കൂടാന്ന് തോന്നി. പിന്നെ ഐസർ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ആക്ച്വലി അവിടെ തന്നെ. അപ്പൊ ഈ ഐസറിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഐസറിൽ ഉള്ള ടീച്ചിങ് ആയാലും കരിക്കുലം ആയാലും അത് ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഓക്കെ മാത്സ് ടീച്ചർ എന്നുള്ള ഒരു കരിയറാണ് എനിക്ക് സ്യൂട്ട് ആവുക എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവാൻ ഏതെങ്കിലും തരത്തില് ഐസറിൽ ഒരു ട്രെയിനിങ് കാരണമായി മാറിയിട്ട് ഉണ്ടോ? 100% സഹായിച്ചിട്ടുണ്ട്. അതായത് നമുക്കറിയാം, സാധാരണ കോളേജിൽ കണ്ടുവരുന്നത് പോലല്ല. ഐസറിൽ എന്ന് പറയുമ്പോൾ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള നമ്മുടെ കരിക്കുലം ആയാലും സിലബസ് ആയാലും ടീച്ചിങ് സ്റ്റൈലായാലും എന്തുകൊണ്ടായാലും എന്തായാലും വേൾഡ് ക്ലാസ് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു എക്സ്പോഷർ കിട്ടിയത് മാത്സിനോടുള്ള എൻ്റെ ഇഷ്ടം വർദ്ധിപ്പിക്കാനും സ്വാഭാവികമായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനുള്ളൊരു മോട്ടിവേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഐസറിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ, ഇപ്പം ആരോമൽ എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവമൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐസർ മെമ്മറി ആരോമലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഐസറിൽ ഓർത്തിരിക്കാൻ നല്ലതായിട്ടുള്ള ധാരാളം മെമ്മറീസ് ഉണ്ട്. ഐസർ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ തോന്നിക്കൊണ്ടാവും ജസ്റ്റ് പഠിത്തം മാത്രം
വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കാം എന്നൊക്കെ ആയിരിക്കാം തോന്നിക്കുന്നുണ്ടാവുക. പക്ഷെ അങ്ങനൊന്നുമല്ല. ആം, ഇതെല്ലാം തന്നെ നല്ലൊരു ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ ലൈഫിന് ഒപ്പം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈലാണ് ഐസറിലേത്. അതായത് ഐസർ ജസ്റ്റ് നമ്മുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ആരോമല് ഐസറിന്റെ ഗ്രാജുവേഷന് ശേഷം അക്കാഡമിയിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്, എസ്പെഷ്യലി മാത്തമാറ്റിക്സ് പോലെ ഒരുപാട് പേർക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റും കൂടിയാണ് മാത്തമാറ്റിക്സ്. അപ്പൊ എന്തുകൊണ്ടാണ് അക്കാഡമിയെ തന്നെ ചൂസ് ചെയ്തത്? അതായത് ഒരു ടീച്ചിങ് പ്രൊഫഷൻ, അതും മാത്തമാറ്റിക്സിൽ തന്നെ, അതിലേക്കുള്ള ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു ആരോമലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്? കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് പാത്ത് അല്ലായിരുന്നു. ഞാൻ ശരിക്കും ഇടയ്ക്കൊരു ഭാഗത്ത് വെച്ച് PhD ചെയ്യണോ വേണ്ടോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്കും എനിക്ക് ക്ലാരിറ്റി കിട്ടി. ഇപ്പം PhD ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് ക്ലാരിറ്റി കിട്ടി. പകരം UPSCക്ക് പ്രിപ്പയർ ചെയ്യാമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അതുപോലെ തന്നെ UPSCക്ക് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് റൗണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷെ അന്നേരം ഈ അക്കാഡമി എന്നത് എനിക്ക് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ ടൈം റിപ്പീറ്റ് ടൈമിൽ ഒരു പഠിപ്പിക്കാനോട് ഇൻട്രസ്റ്റ് ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ UPSCന്റെ കൂടെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് വെക്കാം. ആ ഒരു സമയത്ത് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇതിലും കൂടെ ഒന്ന് പാരലായിട്ട് ഫോക്കസ് ചെയ്തത്. അതായത് അക്കാഡമിയിലേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം ആരോമല് കണ്ടിരുന്ന UPSCയിൽ ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ വെറും ഒരു ബാക്കപ്പ് അല്ല, എനിക്ക് നല്ല താല്പര്യമുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉചിതമായ ഒരു ബാക്കപ്പ്. ഐസറിന് ഗ്രാജുവേഷൻ കഴിയുന്ന ഒരു കുട്ടി ഇപ്പോ ആരോമല് എത്തി നിൽക്കുന്നത് പോലെ ഒരു ഗവൺമെന്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ ഉദ്ദേശിക്കുന്ന പല കുട്ടികളുണ്ടാവും. അതായത് പല ആൾക്കാരും അക്കാഡമിയിലേക്ക് ഇറങ്ങണം എന്നുള്ള താല്പര്യത്തോടുകൂടിയും, അതും ഗവൺമെന്റ് കോളേജസിൽ തന്നെയാണ് എല്ലാവർക്കും ചെയ്യാൻ സ്വാഭാവികമായിട്ടും ആസ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ, ഐസറിന്റെ ഗ്രാജുവേഷൻ തൊട്ട് ഇപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഏതൊക്കെ സ്റ്റെപ്പാണ് എടുക്കേണ്ടത്? അതായത് ഐസർ കഴിഞ്ഞ ഒരു കുട്ടി എന്ത് ചെയ്താലാണ് ഒരു ഗവൺമെന്റ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറാൻ പറ്റും? അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ ബേസിക്കലി നമുക്ക് എലിജിബിലിറ്റി ടെസ്റ്റ് ഉള്ളത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് CSIR നെറ്റാണ് ഉള്ളത്. 2 UGC നെറ്റും ഉണ്ട്, CSIR നെറ്റും ഉണ്ട്. സയൻസ് സബ്ജക്റ്റുകൾക്ക് CSIR നെറ്റാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാന എലിജിബിലിറ്റി ടെസ്റ്റായ നെറ്റ് പാസ്സാവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, MSc എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാം പഠിച്ചു വെച്ചിട്ട് എഴുതാമെന്നൊന്നും ചിന്തിക്കേണ്ട. ഐസറിലെ ട്രെയിനിങ് അത്ര നല്ലതാണ്. അതിന്റെ കൂടെ തന്നെ എഴുതിയാൽ തന്നെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ. ആരോമല് ഈ കൂടെ തന്നെ എഴുതിയിട്ട് ക്ലിയർ ചെയ്തതാണോ? 5th ഇയർ ആണ് ഞാൻ ക്ലിയർ ചെയ്തത്. അതിനായിട്ട് സെപ്പറേറ്റ് കോച്ചിങ്ങിനൊന്നും എടുത്തിട്ടില്ല? സെപ്പറേറ്റ് കോച്ചിങ് എടുത്തതില്ല. ഇല്ല, ഐസറിന്റെ ആ ഒരു ഭാഗമായിട്ട് തന്നെ അങ്ങോട്ട് എഴുതി എടുത്തതാണ് അല്ലേ? അത് തന്നെ. ഇതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ആഡ് ചെയ്യാൻ എനിക്ക് തോന്നിക്കുന്നത്, ഐസറിലെ അത്രയും റിഗറസ് ആയിട്ടുള്ള സിലബസ് നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്ക് ഒരു ശക്തമായൊരു എഡ്ജ് കിട്ടുന്നു. ഇത് മാത്രമല്ല, ഗേറ്റും ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് കോച്ചിങ് ഇല്ലാതെ തന്നെയാണ്. ഇപ്പോൾ കോളേജിൽ BSc കുട്ടികളെയും MSc കുട്ടികളെയും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അല്ലേ? ഇപ്പൊ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് നമ്മൾ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആരോമലിന്റെ ഇപ്പോഴത്തെ റോള് അതർ ദാൻ ടീച്ചിങ് ഒരു റോളായിരിക്കും സ്വാഭാവികമായിട്ടും. എന്തൊക്കെ റോളാണ് കോളേജിൽ നമുക്കുള്ളത്? അതുപോലെ ടീച്ചിങ് ഒന്നുണ്ട്. ചോദിച്ചത് അതർ ദാൻ ടീച്ചിങ് ആണല്ലോ. ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറെ സംബന്ധിച്ചിടത്തോളം മറ്റ് റോളുകളുള്ളത്, ഇപ്പോൾ എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ ഇവാലുവേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ യൂണിവേഴ്സിറ്റി എപ്പോഴൊക്കെ എക്സാം നടത്തിയാലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ് ഉണ്ട്. അതിന് ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. അപ്പോൾ പക്ഷേ ഇപ്പം അതിന് വേണ്ടിയുള്ള എക്സ്പീരിയൻസ് ആയിട്ടില്ല. സോ ഇതേവരെ ഞാൻ ചെയ്തിട്ടില്ല. അതുകൂടാതെ പിന്നെ ഇവാലുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇൻവിജിലേഷൻ, പരീക്ഷ നടത്തുമ്പോൾ നമ്മൾ പോയി നിൽക്കുക എന്നുള്ള പരിപാടി അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വലിയൊരു മാറ്റമാണ് കേരളത്തിലെ കോളേജ് വിദ്യാഭ്യാസത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാലോ, ഇപ്പം 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഓൾറെഡി മാറിയിരിക്കുന്നു. ഈ 2023 തൊട്ടാണ്. അതെ, ഈ വർഷം തൊട്ട്, ഈ അക്കാഡമിക് ഇയർ തൊട്ട്. ഈ ജൂലൈയിൽ സംസ്ഥാനത്തിലുള്ള ഉദ്ഘാടനം നടന്നു. അപ്പോൾ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള കോർഡിനേറ്റർ എന്നുള്ളൊരു റോളും കൂടി ഇപ്പോൾ വഹിക്കുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇപ്പോൾ സ്വപ്നം, ഇതൊക്കെയാണ് ചെയ്യുന്ന റോളുകൾ. റിസർച്ച് റോൾ ഇപ്പം ആരോമല് ചെയ്യുന്നുണ്ട്, അതായത് ഗൈഡൻസ് ഏതെങ്കിലും PhD കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന ഒരു റോള് ഇപ്പം സോഫാർ ഇല്ല. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ അത് വേണമെങ്കിൽ കരിയർ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യണമല്ലോ. അതായത് ഞാൻ തന്നെ ഇപ്പോൾ PhDക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ PhD ഒക്കെ ചെയ്ത് കുറച്ചുകൂടെ കയറി പോവുകയാണെങ്കിൽ സ്വാഭാവികം അവിടെ എത്തും. അപ്പം ഇപ്പം പറഞ്ഞു അതർ ദാൻ ടീച്ചിങ് വേറെ ഒരുപാട് റോളുകൾ നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ? അപ്പം എങ്ങനെയാണ് ഈ ടീച്ചിങ്ങിന്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള മറ്റ് റോളുകൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതായത് എങ്ങനെയാണ് അതിനെ ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? ഐസറിലെ ഇത്രയും ആ ഒരു എൻവയോൺമെന്റിൽ നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം ടൈം മാനേജ്മെന്റ് ഒക്കെ നമുക്ക് ആർജിച്ചെടുത്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആർജിച്ചെടുത്ത സ്കിൽസ് ഉണ്ട്. അതുകൂടാതെ പിന്നെ ഞാൻ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നെന്ന് പറഞ്ഞല്ലോ, അത് വലിയൊരു രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഈ ടൈം മാനേജ്മെന്റ് സ്കിൽസ്. അതെ, ഇത് രണ്ടും എന്നെ ഇതിലേക്കും നല്ല രീതിയിൽ ഈ ജോലി ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര റിഗ്രസ് ആയിട്ടുള്ള ജോലിയാണെന്ന് തോന്നുന്നില്ല അല്ലെ? ടീച്ചിങ്ങിന്റെ കൂടെ തന്നെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ജോലികൾ തന്നെയുള്ളൂ. ഒരു കാര്യം എന്ന് പറയുന്നത് മെയിൻലി ടീച്ചിങ് ആണ് ഇതിന്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വയ്ക്കുക എന്തായാലും വളരെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ലൊരു ജോലി തന്നെയാണ്. എങ്ങനെയാണ് ഈ ടീച്ചിങ്ങിന്റെ ഒക്കെ ഒരു സമയക്രമം എന്ന് പറയുന്നത്? അതായത് ഒരു ദിവസം ഏകദേശം എത്ര മണിക്കൂറൊക്കെയാണ് ക്ലാസ് എടുക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒരു ദിവസം വീക്ക്ലി 16 hours ആണ് ഉള്ളത്. ഇപ്പോൾ 5 ദിവസമാണോ ആഴ്ചയിൽ നമ്മൾ? 5 ദിവസമാണ് പോകേണ്ടത്, തിങ്കൾ തൊട്ട് വെള്ളി വരെ. പിന്നെ ഇപ്പോഴത്തെ ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് ചൊവ്വാഴ്ച മാത്രം 4 പീരീഡ്, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം 3 എണ്ണം വെച്ചിട്ട്, അങ്ങനെ ടോട്ടൽ 16 hours. അപ്പോൾ ഐസറിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് നമ്മളുടെ കൂടെ ബാച്ചിൽ നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയ ഒരുപാട് പേര് പോയ, ഇനി മാത്തമാറ്റിക്സിൽ നിന്നും നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും മെജോറിറ്റി ആൾക്കാരും പോയത് റിസർച്ച് ചെയ്യാനാണ് അല്ലേ? അപ്പം ഐസറിൽ നിന്ന് ഇറങ്ങുന്ന ആള് സ്വാഭാവികമായിട്ടും റിസർച്ചിലേക്കാണ് പോവുക എന്നുള്ള ഒരു തോട്ട് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആരോമല് PhDക്ക് പോണ്ട, റിസർച്ചിന് വേണ്ടി പോണ്ട, ഒരു അക്കാഡമിയെ തന്നെ ഫോളോ ചെയ്യാം എന്ന് വിചാരിക്കാനുള്ള ഒരു തോട്ടുണ്ട്? എന്തുകൊണ്ടാണ് PhDക്ക് പോവാതിരുന്നത്? അന്ന് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒന്ന് കഴിയുന്ന സമയത്തേക്ക് 5ാമത്തെ വർഷത്തൊക്കെ ആയപ്പോഴേക്കും നമുക്ക് ഒരു എക്സ്പോഷർ കിട്ടുമല്ലോ, ഈ എങ്ങനെയായിരിക്കും PhDയുടെ പ്രോസസ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അന്നത്തെ എൻ്റെ മൈൻഡ് സെറ്റിനനുസരിച്ച് എനിക്ക് തോന്നിയത്, ഇപ്പോൾ എന്തായാലും ഞാൻ ചെയ്തത് എൻജോയ് ചെയ്യാൻ പോകുന്നില്ല, അപ്പോൾ എന്തായാലും ചെയ്താൽ ശരിയാവത്തില്ലെന്ന് അന്ന് തോന്നി. പക്ഷെ ഇനി ചെയ്തുകൂടാന്നില്ല, ഈ ഒരു ഫീൽഡിലാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായും PhD പെർസ്യൂ ചെയ്യുകയാണ്. അതായത് അന്ന് ഐസറിൽ പഠിക്കുന്ന സമയത്ത് PhDക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒന്നും ചെയ്തിരുന്നില്ല. അന്ന് എനിക്ക് ഒരു നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു, അപ്പം നോക്കേണ്ട കാര്യമില്ല എന്ന് ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചില്ല. ഏതൊരു പോയിന്റിലാണ്? അതായത് ഐസറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് റിസർച്ച് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണോ ഐസറിലേക്ക് വരുന്നത്? അതായത് മാത്സ് എടുക്കണം ഒബ്വിയസ്ലി, അത് റിസർച്ച് തലത്തിലേക്ക് മാത്തമാറ്റിക്സിനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇഷ്ടത്തോടു കൂടിയൊക്കെ ആയിരുന്നു ഐസറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ജോയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ആദ്യം NIT മെക്കാനിക്കൽ എടുത്തു, പിന്നെ അതിന് ശേഷം വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഊഹിക്കാം, അന്നൊരു റിസർച്ചിന് തോട്ടില്ലായിരുന്നു, സയൻസിനോട് ഇഷ്ടമുണ്ട്, അതുകൊണ്ട് വന്നേ ഉള്ളൂ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ ജേണിയിൽ റിസർച്ച് ചെയ്യണമെന്നും തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ വേണ്ടെന്ന് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാര് എല്ലാ ആളുകളും തന്നെ PhD പ്രിഫർ ചെയ്യുന്നത് കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അതുകൊണ്ടാവാം ചിന്തിച്ചു തുടങ്ങും, ഒരു പിയർ പ്രഷറിന്റെ കാര്യമാവാം, അങ്ങനെ തോന്നിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭാഗ്യവശാൽ അതിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ ഒരു സമയത്ത് PhD അല്ല നല്ല ചോയ്സ് എന്നുള്ളത്. അത് ഏകദേശം ഐസർ അവസാനിക്കുന്നൊക്കെ സമയത്ത് ഒരു 5ാമത്തെ വർഷമൊക്കെ ആയപ്പോ തന്നെ ആരോമല് വെരി ഷുവർ ആയിരുന്നു ഇപ്പം തൽക്കാലത്തേക്ക് PhD നോക്കണ്ട എന്ന് തന്നെ തീരുമാനിച്ചിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകള് ഈ ഐസറിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പലപ്പോഴും ഞാൻ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട്, അവര് മനസ്സിലാക്കിയത് ഐസർ എന്ന് പറഞ്ഞ ഒരു കോഴ്സിന് ശേഷം റിസർച്ച് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ആരോമലിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള മെറിറ്റും അത് തന്നെയാണ്. കാരണം എനിക്കും ഇങ്ങനെയുള്ള ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് റിസർച്ച് തന്നെ പെർസ്യൂ ചെയ്യാതെ അതർ കരിയർ ഫീൽഡിൽ, അതായത് വേറെയും ഫീൽഡിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഓഡിയൻസിന് പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ്, അതർ ദാൻ റിസർച്ച് എന്തൊക്കെ കരിയർ ആണ് ഒരു ഐസർ ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതെന്ന് ചോദിച്ചാൽ ആരോമലിന്റെ ഒരു അഭിപ്രായം എന്താണ്? പറഞ്ഞത് വളരെ ശരിയാണ്. പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഐസർ എന്നാൽ PhD ചെയ്യൽ മാത്രമാണ്, അതിലേക്ക് മാത്രമാണ് ഐസർ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത്. അത് തെറ്റാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷത്തെ UPSC റിസൾട്ട് തന്നെ വന്നപ്പോൾ നമ്മുടെ ജൂനിയറായിട്ട് പഠിച്ച ഫാബിയ റഷീദിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നല്ല രീതിയിൽ തന്നെ IAS തന്നെ കിട്ടിയിരിക്കുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 71 കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പല ഡൈവേഴ്സ് ഫീൽഡ്സിലേക്കാണ് ആൾക്കാർ പോകുന്നത്, PhD മാത്രമല്ല, അവിടെ എല്ലാം സക്സസ്ഫുൾ ആവുകയും ചെയ്യുന്നുണ്ട്. അതാണ് സത്യം. അപ്പൊ ഏതൊക്കെ ഫീൽഡിലാണ്, അതായത് ഇപ്പൊ ഒരു ഗ്രാജുവേറ്റിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷൻസ് വേറെ എന്തൊക്കെയാന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഓക്കെ, ഇത്രയും നല്ല രീതിയിൽ ട്രെയിനിങ് കിട്ടിയവരാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ വൈസ് അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ അക്കാഡമിയ എന്ന് പറയുന്നത് നല്ലൊരു എക്സലന്റ് ഓപ്ഷൻ ആണ്. ധാരാളം ആൾക്കാർ കണ്ടിട്ടില്ലേ, MBA എടുക്കുന്നു, അതും നമ്മളുടെ കൂടെ ഇറങ്ങിയവർ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IIM ചെന്നിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പാത്വേസ് ഐസറിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് അവൈലബിൾ ആണെന്നുള്ളതാണ് സത്യം. അതായത് ഒരു റിസർച്ച് ഇത് മാത്രമല്ല. അതെ, ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ആൾക്കാർ കേൾക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിരിക്കും. ഐസറിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം IIM പഠിക്കുന്നു. അല്ല, ഇപ്പൊ ഒരു കുട്ടി ഐസറിൽ പഠിച്ചു, അതിനുശേഷം ഇപ്പം നമ്മള് MBA പോവാണ് IIM പോലുള്ള ഒരു സ്ഥാപനത്തില്, അതേപോലെ UPSC, അപ്പൊ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കരിയേഴ്സിലേക്കും ആൾക്കാർ പോകുന്നതായിട്ട് കാണുന്നത്. അപ്പം ആരോമൽ തന്നെ അക്കാഡമിയിലേക്കാണ് പോയത്. എൻറ്റയർലി ഡിഫറെന്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും റിസർച്ച് ബേസ്ഡ് ആയിട്ടല്ല പോയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലയിലേക്ക് പോകുമ്പം എന്ത് അഡ്വാൻറ്റേജ് ആണ് ഐസറിൽ പഠിച്ചത് കൊണ്ടായിട്ട് ഈ ഒരു കുട്ടികൾക്ക് വരുന്നത്? അതായത് ഇപ്പൊ ആരോമലിന്റെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അക്കാഡമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു കരിയറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഐസറിലെ ഒരു സിസ്റ്റത്തിൽ നിന്നും ആരോമലിന് കിട്ടിയത്? ഒന്നാമത് നേരെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐസറിലെ വിദ്യാഭ്യാസം കൊണ്ട് നേടിയെടുക്കാനാവുന്ന സ്കിൽസ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ വൈസ് ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരു വലിയൊരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഐസറിന്റെ ഒരു ബ്രാൻഡിന്റെ വാല്യൂ ആണ്. നമ്മൾ എവിടെ ചെന്നാലും ഐസർ പഠിച്ച ഒരാളാണെന്ന് കിട്ടുമ്പോൾ ലഭിക്കുന്ന ഒരു വിലയുണ്ട്. ഇപ്പോഴും ഈ കുട്ടികൾക്കൊക്കെ അറിയോ ഐസറിലാണ് ഗ്രാജുവേറ്റ്? അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു സ്ഥാനമാണല്ലേ ഐസറാണല്ലേ, അപ്പൊ അവർ ഐസറിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പുറമേയുള്ള ആൾക്കാർക്ക് സംബന്ധിച്ചിടത്തോളം ഐസർ എന്ന് പറയുമ്പോൾ അത്ര റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സ്ഥാപനമാണ്. നമുക്ക് എവിടെ ചെന്നാലും അതിൻ്റെതായ അഡ്വാൻറ്റേജ് ലഭിക്കും. ഈവൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും, എനിക്ക് PSC ഇന്റർവ്യൂ പോയപ്പോൾ പോലും വളരെ നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രസ്റ്റീജ്. സോ പല ഐസർ ആസ്പിറൻസ് എന്നോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പം റിസർച്ചിൽ തന്നെയാണ് താല്പര്യം എന്നുള്ളത് അവർക്ക് ഭയങ്കര ഷുവർ അല്ല. അപ്പൊ അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത ഒരാള് ഐസർ പോലെയുള്ള ഒരു സ്ഥാപനത്തിലേക്ക് വരേണ്ട കാര്യമുണ്ടോന്ന് പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും അതുപോലെ ഐസറിൽ ഓൾറെഡി ഗ്രാജുവേറ്റ് ആയ ഒരാള് എന്നുള്ള രീതിയിലും എന്ത് മറുപടിയാണ് ആരോമലിന് ഇത്തരം കുട്ടികളോട്, ഐസർ ആസ്പിറൻസിനോട് പറയാനുള്ളത്? ഓക്കെ, ആദ്യമേ ഒരു പൊതുവായിട്ടുള്ളൊരു അഡ്വൈസ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും ഒരുപാട് മനസ്സ് അത്ര റിജിഡ് ആവാതിരിക്കുക, പകരം പുതിയ പുതിയ എക്സ്പീരിയൻസിനോട് മനസ്സ് ഒന്ന് ഓപ്പൺ അപ്പ് ആവുക. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഇതിലൊക്കെ മാറ്റങ്ങളൊക്കെ വരാമെന്നുള്ള കാര്യം ആക്സെപ്റ്റ് ചെയ്യുക. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. അപ്പോൾ പറയുന്നത്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐസർ ചേർന്നിട്ട് ഇപ്പോൾ PhD തന്നെ എത്തിച്ചേരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഐസറിലെ ട്രെയിനിങ് അത്രയും ചുരുക്കി കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. PhDക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല ഐസർ. അതായത് +1 +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് 100% കരിയർ ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊന്നും തീരുമാനിക്കാനുള്ള സമയം ആയിട്ടില്ല, എക്സ്പോഷർ അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും ഒന്ന് അറിഞ്ഞ, ഒരു ബേസിക് മിനിമം അറിഞ്ഞാലല്ലേ അവർക്ക് ശരിയായ തീരുമാനം എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അവര് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരിക്കുക, അല്ലെ? ഇഷ്ടം ഇതാണെന്നുണ്ടെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഉതകുന്ന ഏറ്റവും മികച്ച എക്സ്പോഷർ ആണ് ഐസറിൽ നമുക്ക് ലഭിക്കുന്നത്.
ഇപ്പൊ ഐസറിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, അക്കാഡമിയിലായിക്കോട്ടെ റിസർച്ചിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എന്ത് അഡ്വൈസ് ആണ് ഒരു സീനിയർ എന്നുള്ള രീതിയിൽ, അതായത് ഇതെല്ലാം കഴിഞ്ഞു പോയൊരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ ആരോമലിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ക്ലീശയായിരിക്കാം, പക്ഷെ ഏറ്റവും ആദ്യം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക, അതാണ് മസ്റ്റായിട്ടുള്ള കാര്യം. ആൻഡ് അത് ഇറ്റ്സ് വെരി മച്ച് വർത്ത് ഇറ്റ്. വെരി മച്ച് അല്ല, അതിനേക്കാളും വർത്ത് ഇറ്റ് ആണ് ശരിക്കും. ഐസർ അത്രയും നല്ലൊരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും നമ്മൾ തിരുവനന്തപുരം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും മനോഹരമായ ക്യാമ്പസ്, ഓവറോൾ ജസ്റ്റ് അക്കാഡമിക് വൈസ് മാത്രമല്ല വളരെ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും ഐസറിലെ ഒരു 5 വർഷങ്ങളെന്ന് പറയുന്നത്. അപ്പം ഐസറിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക, ഐസറിൽ എത്തിയാലും നല്ല സബ്ജക്റ്റും ഒക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയും ഹാർഡ് വർക്ക് അത് എൻജോയ് ചെയ്യുക. ഇനി ഐസറിലെ സ്റ്റുഡൻസ് ഒരു റിസർച്ച് കരിയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കരിയർ ആയിക്കോട്ടെ, ഒരാള് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസ് വേണം എന്നാണ് ആരോമൽ വിശ്വസിക്കുന്നത്? ഒന്നാമത്തെ കാര്യം സ്കില്ലാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ കരിയർ എങ്കിൽ അത് അത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് അത് ഏകദേശം മസ്റ്റ് ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ ചെയ്യണം. അല്ലാതെ ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഇനിയിപ്പം എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാണെങ്കിൽ പോലും ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് അതിൽ വലിയ അർത്ഥമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ രണ്ടാമത്തത് അഡാപ്റ്റബിലിറ്റി ആണ്. അതായത് ഏതൊരു നല്ല ജോലിയാണെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെ ഒന്നും വെറുക്കാതെ അതിനെ ആ ഒരു ജേണിയുടെ ഭാഗമായി കണ്ട് അതിനെ ഇഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുക, അത് കഴിയുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമതെന്ന് പറയുന്നത് ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ സോഷ്യൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഏതൊരു ഫീൽഡിലായാലും നമുക്ക് മുന്നോട്ട് പോകാൻ അത്യന്താപേക്ഷിതമാണ്. ഈ 3 സ്കില്ലുകളാണ് ഒരാൾക്ക് ഒരു സക്സസ്ഫുൾ കരിയർ ബിൽഡ് ചെയ്യാൻ. ഇനി നമ്മളുടെ ഈ ഒരു സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഒരു ഫൈനൽ തോട്ട് എന്നുള്ള രീതിയിൽ, അത് പല സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടാവും, അതുപോലെ അവരുടെ പാരന്റ്സ് കേൾക്കുന്നുണ്ടാവും. അപ്പം അവർ ഈ ഒരു കോൺവെർസേഷൻ അവസാനിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഫൈനൽ തോട്ട് എന്നുള്ള രീതിയിൽ എന്താണ് ഓഡിയൻസിനോട് ആരോമലിനെ ഷെയർ ചെയ്യാനുള്ളത്? നമ്മൾ പലപ്പോഴും ഒരു ജസ്റ്റ് അക്കാഡമിക് വൈസ് അല്ലെങ്കിൽ നമുക്ക് സക്സസിന് ആവശ്യമെന്ന് കോമൺലി കരുതുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സോഫ്റ്റ് സ്കിൽസും നമ്മൾ ഓവർലുക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ശക്തമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. പക്ഷെ ഇതൊന്നും ഡെവലപ്പ് ചെയ്യാൻ പൊതുവെ അത്ര ഫോക്കസ് കാണാറില്ല. നമുക്ക് മാർക്ക് കൂടുതൽ വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ, മാർക്കിലേക്ക് മാത്രമായി അങ്ങനെ ഒതുങ്ങിപ്പോകുന്ന ആയിരിക്കരുത് വിദ്യാഭ്യാസം ഒരു ഏതൊരാളുടെയും ഓൾറൗണ്ട് ഡെവലപ്മെന്റിന് ഉതകുന്നതാണ്. ആ ഒരു രീതിയിൽ അതിനെ നോക്കി കാണണം, അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ സ്വാഭാവികമായിട്ടും ഐസർ ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാരന്റ്സിനായാലൊക്കെ ഒരുപാട് വാല്യൂ ഡെലിവർ ചെയ്തൊരു സംഭാഷണം തന്നെയാണ്. പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ഈ റിസർച്ചിലുപരി എന്താണ് ഐസറിനെ ഡെലിവർ ചെയ്യാനുള്ളത്. അതിൽ സ്വാഭാവികമായിട്ടൊരു അക്കാഡമിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരോമൽ വന്ന് സംസാരിച്ചു. ഈ ഒരു കോൺവെർസേഷൻ തീർച്ചയായിട്ടും കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര വാല്യൂബിൾ ആയിരിക്കും. അപ്പം ആരോമലിന്റെ വിലപ്പെട്ട സമയത്തിന് വളരെയധികം നന്ദി. താങ്ക്സ് ഫോർ കമ്മിങ് ടു അവർ ഷോ. താങ്ക് യു.